ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയവരെ, നമ്മൾ വലിയ നോമ്പിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നുവല്ലോ. ലോകരക്ഷകനായ യേശു തമ്പുരാന്റെ ഇഹാലോകവാസത്തിന് കാലത്ത് സംഭവിച്ചതും നിവൃത്തിയാക്കപ്പെട്ടതുമായ കഷ്ടാനുഭവങ്ങളെയും കുരിശുമരണത്തെയും രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളിനെയും അനുസ്മരിക്കുന്ന നാളുകളേക്കാണ് നമ്മൾ അടുക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾക്ക് മുന്നോടിയായി യഹൂദജനം യേശു തമ്പുരാന് നൽകപ്പെട്ടതായ ഒരു രാജകീയ വരവേൽപ്പിനെയാണ് ഓശാന ഞായറാഴ്ച ദിനത്തിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രാജാവായ യേശു തമ്പുരാൻ തന്റെ ജെറുസലേം യാത്രയിൽ ഓലിവുമലയ്ക്ക് സമീപം വെച്ച് ശിഷ്യരിൽ 2 പേരെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ നൽകി അയക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. ശിഷ്യന്മാർ പോവുകയും നിർദ്ദേശിച്ച പ്രകാരം കഴുതക്കുട്ടിയുമായി വരികയും യേശു തമ്പുരാന് അതിന്മേൽ യാത്ര ചെയ്യുവാൻ സജ്ജമാകുകയും ചെയ്യുന്നു. യേശു കഴുതക്കുട്ടിപ്പുറത്ത് യാത്ര തുടരുമ്പോൾ യേശു ജെറുസലേമിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞ് വളരെ പുരുഷാരം യേശുവിനെ എതിരേൽപ്പാൻ ചെല്ലുന്നു. അവർ വഴികൾ അലങ്കരിക്കുന്നു, പൂക്കൾ വിതറുന്നു, ഈന്തപ്പനയുടെ ഇലകളേന്തി യേശുവിനെ എതിരേൽക്കുന്നു. ദാവീദ് പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഓശാന എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് യേശുവിനെ ജെറുസലേമിലേക്ക് ആണിയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന 3 വിഭാഗം ആളുകളെയും നിന്ദ്യമൃഗം എന്ന് വിശേഷിക്കപ്പെട്ട ഒരു കഴുതക്കുട്ടിയുമാകുന്നു. യേശു തമ്പുരാനു വേണ്ടി എന്തും നൽകണം, ത്യജിക്കണം തയ്യാറായുള്ളവരാണ് ഒന്നാമത്തെ വിഭാഗം. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ എന്തിനാണ് അതിനെ അഴിക്കുന്നത് എന്ന് ഉടമ ചോദിക്കുന്നു. കർത്താവിന് വേണ്ടി ആകുന്നു എന്ന മറുപടിയിൽ യാതൊരു എതിർപ്പുമില്ലാതെ അതിനെ വിട്ടുകൊടുക്കുന്ന ഉടമയെയാണ് നാം കാണുന്നത്. യേശുവിനെ കാണുവാനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനും ഉള്ള ആഗ്രഹത്തോടു കൂടെ തടിച്ചു കൂടിയിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമായ പുരുഷാരം. യേശുവിനെ ഇസ്രായേലിന്റെ രാജാവായി ആഗ്രഹിച്ച് ഒരു രാജാവിനെ എതിരേൽക്കുന്ന പ്രകാരം ആർത്തു വിളിച്ചുകൊണ്ട് ആണിച്ചു കൊണ്ടുപോകുവാൻ അവർ മടിച്ചില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഇതേ പുരുഷാരം അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റൊന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചത്. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മാത്രമായിരുന്നു ഇവർ. പരീശന്മാരും യഹൂദ പ്രമാണികളുമായിരുന്നു മൂന്നാമത്തെ വിഭാഗത്തേക്കുള്ളത്. അവർ യേശുവിനെ സ്വീകരിക്കുവാനോ യേശുവെ വിശ്വസിക്കുവാനോ തയ്യാറായില്ല. യേശുവിനെ കുറ്റപ്പെടുത്തുവാനും കുറ്റങ്ങൾ കണ്ടെത്തുവാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യേശു ദൈവപുത്രനാണെന്ന് അവർ കരുതുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. നിശ്ചയപ്പെട്ടത് പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചിട്ടുള്ള അവർ അറിഞ്ഞില്ല. ശിഷ്യന്മാരും പുരുഷാരത്തെയും ആർത്തു വിളിക്കുന്നത് വിലക്കാൻ യേശുവിനെ അവർ പറഞ്ഞ് ഇവിടെയും അവരുടെ എതിർപ്പ് പ്രകടമാക്കി. യേശുവോ ഇപ്പോൾ ജനം ആർത്തു വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് പറഞ്ഞ് അവരെ നിശബ്ദരാക്കി. ശാന്തനായി യേശുവിന് ഏർപ്പെടമായിട്ട് യേശുവിനെ വഹിച്ച കഴുതക്കുട്ടിയാണ് ഈ ആഘോഷത്തിൽ ഭാഗമായി തീർന്ന മൃഗം. ഭൂമിയിലെ രാജാക്കന്മാർ താങ്കൾക്ക് വാഹനമായി മേൽത്തരം കുതിരകളെ ഉപയോഗിക്കുമ്പോൾ സമാധാനം രാജാവായ യേശു തമ്പുരാൻ തന്റെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഹീനമൃഗമായ കഴുതക്കുട്ടിയെയാണ്. യേശു തന്റെ ജീവിതത്തിൽ ഉടനീളം താഴ്മയുള്ളവരെയും ഹീനമായതിനെയും രോഗികളെയും മറ്റുള്ളവർ കാണുവാനോ തൊടുവാനോ ഇഷ്ടപ്പെടാത്ത സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം കാണുന്നത്. മേൽ പറഞ്ഞ 3 വിഭാഗത്തിൽ നാം ഏതിൽ വരുന്നവരായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതാകുന്നു. സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ വിഭാഗമോ അതോ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു. യേശുവിനെ എന്തിനു നൽകണം, ത്യജിക്കണം തയ്യാറായുള്ളവരായി ഒരു വിഭാഗം മനുഷ്യരും എങ്കിൽ വിനയപൂർവ്വം യേശു തമ്പുരാന്റെ വഹിക്കുവാനും ദൈവത്തോടു കൂടെ നടക്കുവാനും ഭാഗ്യം ലഭിച്ചത് കഴുതക്കുട്ടിയുമായിരുന്നു. ഓശാന പെരുന്നാൾ സഹനത്തെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നന്മകൾ നേരുന്ന ക്രിസ്തു യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയും ബലപ്പെടുത്തുവാനും ചെയ്യണം. യേശുവിന് വേണ്ടി എന്തു സഹിക്കുവാനും വിനയപൂർവ്വം തമ്പുരാനെ വഹിക്കുവാനും ദൈവത്തോടു കൂടെ നടക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ.
ഈ ഓശാന പെരുന്നാൾ നമുക്കെല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നൽകട്ടെ എന്ന് ആശംസിക്കുകയും ക്രിസ്തുയേശുവിൻ്റെ കഷ്ടാനുഭവാഴ്ചയിൽ പങ്കുകൊള്ളുവാനും മനോഹരമായ ഉയർപ്പ് പെരുന്നാളിൻ്റെ അനുഗ്രഹത്താൽ പ്രാപിക്കുവാനും നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.